നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം ഉടൻ ആരംഭിക്കും. അടുത്ത ആഴ്ച തന്നെ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ SFIO ശേഖരിച്ചു തുടങ്ങുമെന്നാണ് വിവരം. എക്സാലോജിക്, CMRL, KSIDC എന്നിവയിൽ നിന്നും അന്വേഷണ ഏജൻസി വിശദാംശങ്ങൾ ശേഖരിക്കുകയും കമ്പനികളുടെ ഇടപാടുകൾ പരിശോധിക്കുകയും ചെയ്യും. കേസിൽ അന്വേഷണം പൂർത്തിയാക്കി 8 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതേ തുടർന്നാണ് അതിവേഗത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള SFIOയുടെ തീരുമാനം. കമ്പനികൾ ചട്ടം ലംഘിച്ച് സാമ്പത്തിക ഇടപാട് നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. കമ്പനി നടത്തിയ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് SFIO അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരിക. എക്സാലോജിക്കുമായുള്ള ഇടപാടിന് പുറമെ ഇന്ററിം സെറ്റിൽ ബോർഡ് ഉത്തരവിൽ CMRLുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിൽ അന്വേഷണം ഉണ്ടാകും. CMRL ആർക്കൊക്കെ എന്തിനൊക്കെ പണം നൽകിയെന്ന കാര്യവും അന്വേഷിക്കും. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന 6 ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിണറായി വിജയൻ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. അതായത് പ്രാഥമിക അന്വേഷണത്തിൽ കമ്പനി പല നിയമങ്ങളും വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായ സ്ഥിതിക്ക് ആ പ്രാഥമിക അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അടുത്തുള്ള അന്വേഷണം ഉണ്ടാവുക. എന്നാൽ കഴിഞ്ഞ ദിവസം ME ഗോവിന്ദൻ അടക്കമുള്ളവർ വളരെ ലഘൂകരിച്ചാണ് ഈ വിഷയത്തെ കാണുന്നത്. CBI ഒന്നുമല്ലല്ലോ, അന്വേഷണ ഏജൻസിയല്ലേ, അന്വേഷിച്ചോട്ടെ എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് എടുത്തു കണ്ടത്. എന്നാൽ ഈ SFIOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ SFIO എന്ന് പറയുന്നത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും പോലും അധികാരമുള്ള ഏജൻസിയാണ്. അത് പിണറായി വിജയന് നന്നായി അറിയാവുന്നതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആകെ അങ്കലാപ്പിലാണ് പിണറായി വിജയൻ. ഇതിനിടെ പിണറായി വിജയൻ പറയുന്നത് ഭാര്യ കമലയുടെ സർവീസിൽ നിന്നും വിരമിച്ചപ്പോഴുള്ള പണം കൊണ്ടാണ്, സർവീസ് ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങിയത് എന്നാണ്. ഏതായാലും 4 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് കമ്പനി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കമ്പനിയുടെ ആ പ്രാരംഭഘട്ടത്തിൽ തുടക്കം എന്ന് നമുക്ക് ഇവർക്ക് പറയാം. അപ്പോൾ തീർച്ചയായും അത്രയും പണം മുടക്കി ഒരു കമ്പനി ഉണ്ടാക്കണമെങ്കിൽ 10-50 ലക്ഷം രൂപ മാത്രം കിട്ടുന്ന, അതോ ഏതെങ്കിലും തരത്തിലുള്ള ലോണോ മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ കിട്ടുന്ന ഒരു 50 ലക്ഷം രൂപ സർവീസ് ആനുകൂല്യം കൊണ്ടാണ് തന്റെ മകൾ കമ്പനി തുടങ്ങിയതെന്നും ഈ കമ്പനി, അതായത് വീണ വിജയന്റെ കമ്പനി അതിവേഗം ബഹുദൂരം പായുകയായിരുന്നു എന്ന് നമുക്കറിയാം. അതിവേഗം ബഹുദൂരമാണ് കമ്പനി വളർച്ച പ്രാപിച്ചത്. അതായത് വീണ വിജയന്റെ കമ്പനി സാധാരണ കമ്പനി പോലെയല്ല, അതിവേഗം ബഹുദൂരം വളർന്നൊരു കമ്പനി. ആ കമ്പനി വളരെ ലാഭത്തിലാകുന്നു. ആ കമ്പനി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാൻ നമുക്ക് പാഴു പടിപ്പരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. CMRL മുതലാളി ശശിധരൻ കർത്ത അടക്കമുള്ളവർ വീണ വിജയന് പണം നൽകിയത് എന്ത് സർവീസിനാണ് എന്ന് പറയാൻ പോലും കഴിയുന്നില്ല. വേഡ്, എക്സൽ തുടങ്ങിയ തരത്തിലുള്ള സർവീസിനാണ് പണം നൽകിയതെന്നാണ് പറയുന്നത്. ഏതായാലും അത്രയും പണം എന്തായാലും നൽകേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, വീണ വിജയൻ കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നത് കൂടാതെ വീണയുടെ അക്കൗണ്ട് വഴിയും, അതായത് വീണയുടെ പേഴ്സണൽ അക്കൗണ്ട് വഴിയും ചില പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ വിവരങ്ങൾ, അത് എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതും നാം ഓർക്കണം. ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ വളരെ സങ്കടകരമായ അവസ്ഥയിലാണ്. ഇത്രയും കാലം മകളെ സംരക്ഷിച്ചു നിർത്തിയെങ്കിലും ഇനി സംരക്ഷിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ തന്നെ വന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, മാത്യു കുഴൽനാടൻ നിയമസഭയിൽ വലിയ രീതിയിൽ പ്രതിരോധമുണ്ടാക്കി. ഇന്നും മാത്യു കുഴൽനാടൻ വീണ്ടും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. മകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മകൾക്ക് ഉപദ്രവമായി മാറിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. മകൾ വീണയെ ഇനി എങ്ങനെ രക്ഷിച്ചെടുക്കണം എന്ന ആശങ്കയിലാണ് പിണറായി വിജയൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.